ഷാർജയിലെ അതുല്യയുടെ ആത്മഹത്യ നമ്മളെല്ലാം കൂടുതൽ കൂടുതൽ സങ്കടത്തിലാഴ്ത്തി. ബിപിൻ ചിയുടെ സംഭവം കഴിഞ്ഞ ശേഷം ഏകദേശം 10 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അതേ രീതിയിലും അതിൽ അപ്പുറത്തേക്ക് പോയി കാര്യങ്ങൾ. മലയാളി കുട്ടികളുടെ കുടുംബത്തിലെ അന്തരീക്ഷം എന്താണ് എന്നാണ് ഈ 2 സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ അതുല്യ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ വിവാഹ ആലോചന നടന്നു. 18 വയസ്സ് കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞു. ഭർത്താവിന് തീർച്ചയായിട്ടും ഇവരുമായിട്ട് പ്രായ വ്യത്യാസം കൂടുതലുണ്ട്. അയാൾ അന്നേ മദ്യപാനിയാണ്. അയാളൊരു സൈക്കോപ്പതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അയാളുടെ ചില വീഡിയോകളും ചില സംഭാഷണവും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ നിലവിളിയും കരച്ചിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അയാൾ കസേര ഉയർത്തി പെൺകുട്ടിയെ അടിക്കാനായിട്ട് ഓങ്ങുന്ന ഒരു ലുങ്കി മാത്രം ഉടുക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു. അയാളൊരു മദ്യപാനിയാണ്. ആ ലെവലിൽ നിന്ന് ഇനി മുന്നോട്ട് പോയി ഇപ്പോൾ അഡിക്റ്റായ ശേഷം വീണ്ടും ഇപ്പോൾ അയാളൊരു സൈക്കോപ്പതായി. അതിൽ നിന്ന് ഇനി അയാൾക്ക് മോചനമില്ല. സൈക്കോപ്പതായ ഒരാളെ നമുക്കറിയാം. ചെറിയ രീതിയിൽ മദ്യപാനമൊക്കെ തുടങ്ങും, നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യും. പിന്നെ പതുക്കെ പതുക്കെ മദ്യം കഴിക്കാതെ ഓരോ ദിവസം നിൽക്കാൻ പറ്റാതെ വരും. അഡിക്ഷനിലോട്ട് പോയി. അഡിക്ഷനിലോട്ട് വന്നു കഴിഞ്ഞു ഇയാൾ. പിന്നീട് അയാൾ മദ്യത്തിൽ മാത്രമാണ് ജീവിതം. അതിനകത്ത് ഭാര്യയോ മക്കളോ അച്ഛനോ അമ്മയോ ഒന്നും അയാൾക്ക് പ്രശ്നമില്ല. ഇവിടെ അയാളുടെ വീട്ടുകാരുമായിട്ട് അത്ര നല്ല രീതിയിലല്ല സതീഷ് ശങ്കർ പോകുന്നത്. ശാസ്താംകോട്ട സ്വദേശിയായ സതീഷ് ശങ്കർ അവരുടെ പേരൻസുമായിട്ട് അത്ര സുഖത്തിലുമല്ല. ഭാര്യയെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ അയാൾ വീണ്ടും കാലു പിടിക്കും ഭാര്യയുടെ. അത് അയാളുടെ സ്വഭാവത്തിൻ്റെ അഡിക്ഷനായ ശേഷമുള്ള സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. രണ്ടാമത് ഭാര്യയെ സംശയമാണ്. ഇയാൾ ജോലിക്ക് പോകുമ്പം അവിടെ ഭാര്യയെ പൂട്ടിയിടും. അയാൾ മുൻവശം ഡോറ് പൂട്ടി താക്കോല് ഒരെണ്ണം കൊണ്ടുപോകും. അകവശത്തും അവർ പൂട്ടി താക്കോല് സൂക്ഷിക്കണം. ഭാര്യ മറ്റൊരാളെ നോക്കുന്നത് ഇയാൾക്ക് പിടിക്കില്ല. മറ്റൊരാൾ ഇയാളുടെ ഭാര്യയെ നോക്കുന്നതും ഇയാൾക്ക് സഹിക്കാൻ കഴിയില്ല. അതൊക്കെ ഈ മദ്യപാനത്തിൻ്റെ ആസക്തിയിലും പ്രായവ്യത്യാസത്തിലും ഉണ്ടാകുന്ന ഒരു സൂക്കേടാണ്. ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. ഈ പെൺകുട്ടി ഡിഗ്രി കഴിഞ്ഞ ശേഷം അത് പഠിച്ചു. പിന്നെ ഇരുന്ന് പഠിച്ചു. അവിടെ ഒരു ജോലിക്കൊക്കെ പോകാൻ തയ്യാറായി. അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇയാൾ ജോലിക്ക് അയക്കൂല. അയാളുടെ മകൾക്ക് സ്വന്തം അച്ഛനെ ഭയമാണ്. കാരണം കൂടെ മദ്യപിക്കും, അമ്മയെ തല്ലും. അങ്ങനെയൊക്കെ ആ കുട്ടിക്ക് അത് കണ്ടു. കുട്ടി ഒരു നിമിഷം ഈ ഷാർജയിൽ നിൽക്കില്ല. കാരണം അവിടെ കുട്ടിയെ കൊണ്ട് ചേർത്ത് നോക്കി. സ്കൂളിൽ കുട്ടി പോവില്ല. കാരണം സ്ഥിരം വഴക്ക് കുട്ടി നേരിട്ട് കാണുകയാണ്. അമ്മയെ ഉപദ്രവിക്കുന്ന കാണുകയാണ്. കുട്ടിക്ക് ഭയമാണ് അച്ഛനെ. അതുകൊണ്ട് ആ കുട്ടി മടങ്ങിപ്പോയി. അതിനെ നാട്ടിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ച് അവർ വല്യപ്പൻ്റെയും വല്യമ്മയുടെ അടുത്തേക്ക് ആക്കി വീണ്ടും. പക്ഷേ ഈ മരിച്ച പെൺകുട്ടി അതുല്യ ഒരു ശുദ്ധ ഹൃദയക്കാരിയാണ്. അയാൾ ഇത് ഉപദ്രവിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്ത് വീണ്ടും വന്ന് കാലു പിടിക്കും. എനിക്ക് തെറ്റിപ്പോയി, നീ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഈ പാവം വീണ്ടും അയാളൊപ്പം ചേരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അയാളെ ഇത്രയും നാളത്തെ വളർച്ചയിൽ നിന്ന് അയാൾ നല്ല മദ്യപാനിയായിട്ട് അയാൾക്കൊരു സൈക്കോപ്പതക്കായി മാറി എന്നുള്ള വീട്ടുകാരും ആ പെൺകുട്ടിയും മനസ്സിലാക്കിയില്ല. ഇയാൾ ഇനി അതിൽ നിന്നൊരു മോചനം ഉണ്ടാകില്ല. ഈ കുട്ടിയുടെ പിറന്നാൾ ദിവസത്തിൽ തന്നെയാണ് അയാൾ മദ്യപിച്ച് വന്നിട്ട് ആ കുട്ടിയെ ഭീകരമായിട്ട് മർദ്ദിച്ചു. വയറ്റിൻ്റെ ചവിട്ടി പരിക്കേൽപ്പിച്ചു. അതിനുശേഷം ആ കുട്ടി കരഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ സഹോദരിയോടും ആ കുട്ടിയുടെ സുഹൃത്തുക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കൊട്ടും സഹിക്കാൻ കഴിയില്ല, കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഇനി എനിക്ക് വയറ്റിലെ പ്രശ്നമാണ്, ആ ചവിട്ട് മാരകമായ പരിക്കേറ്റിട്ടുണ്ടാവണം. അതാണ് ആ കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ നിവൃത്തിയില്ല. ഹോസ്പിറ്റലിൽ ആരും കൊണ്ടുപോകുന്നില്ല, അയാൾ കൊണ്ടുപോകുന്നില്ല. എങ്ങനെ സർവൈവ് ചെയ്യും? കിടന്ന് മരിച്ചു പോവുകയുള്ളൂ. ധൈര്യമില്ല മരിക്കാൻ, എങ്കിലും മരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പം വരുന്നത്. വളരെ സങ്കടകരമായ ഒരവസ്ഥ തന്നെയാണ്. മാനസികമായി ഇത്രയും ത്രെട്ട് ആ കുട്ടിക്ക് അനുഭവിക്കാൻ എങ്ങനെ കഴിഞ്ഞു, എങ്ങനെയാണ് അതിൻ്റെ ഒരു പര്യവസാനം തന്നെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. ഇതുപോലെയുള്ള ധാരാളം കുട്ടികൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്.
അവരൊക്കെ പിടിച്ചു നിൽക്കുന്നു. കാരണം ഇതുപോലെയുള്ള പ്രവൃത്തി കാണിക്കുന്ന പുരുഷന്മാർ ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെ വെളിയിലോട്ട് വരുന്നില്ല. ഈ പെൺകുട്ടി ഷാർജയിലായിപ്പോയി. മറ്റുള്ളവർ ആകെ അടുത്ത് താമസിക്കുന്ന സഹോദരിയുണ്ട്. പക്ഷേ സഹോദരിയുടെ വീട്ടിലേക്ക് പോകാൻ ഇയാൾ അനുവദിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇയാളില്ലാതെ അങ്ങനെ ഒരു സൈക്കോപ്പതായി അയാൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കുട്ടിയെ തീർച്ചയായിട്ടും ഇയാളുടെ ഒപ്പം അയക്കാൻ പാടില്ലായിരുന്നു. 17 വയസ്സിൻ്റെ കല്യാണം ആലോചിച്ച് 18ാമത്തെ വയസ്സിൽ ഈ കൊച്ചിനെ പറഞ്ഞയച്ചതാണ് അയാളുടെ ഒപ്പം. പക്ഷേ ഇത്രയും ആ പ്രായ വ്യത്യാസം കൊണ്ട് തന്നെ ആയിരിക്കും അയാൾക്ക് ഒരു കോംപ്ലക്സ് വന്ന് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് അയാൾ ഇനി മാറില്ല എന്ന് എനിക്കറിയാം. കാരണം സൈക്കോപ്പതിക്കായി എന്നാണ് ഈ സംസാരത്തിൽ നിന്നും അയാൾ ആ കസേരയെടുത്ത് ഉയർത്തി നിൽക്കുന്നതും അയാളുടെ പോസ്റ്ററുകളും അയാളുടെ ലുക്കുകളും അയാളുടെ നോട്ടങ്ങളും ഒക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ പിതാക്കന്മാർ അല്ലെ മാതാപിതാക്കൾ ഇതിനെ തിരിച്ചു വിളിക്കണമായിരുന്നു. കാരണം ഇയാളുടെ ഈ അവസ്ഥ, അയാളുടെ മാനസികാവസ്ഥ അവർ കണ്ടിട്ടുണ്ട്. ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന കണ്ട് ധാരാളം പരാതി പറഞ്ഞിട്ടുണ്ട്. പിതാവ് രാജശേഖരൻ പിള്ളയും മാതാവ് തുളസിബായും അവരും വിദേശത്തായിരുന്നു. പിന്നീട് ഇപ്പം രാജശേഖരൻ പിള്ള ഓട്ടോ ഓടിക്കുക ആണ്. അങ്ങനെയാണ് കുടുംബം പുലർത്തുന്നത് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇയാളുടെ സ്വഭാവത്തെപ്പറ്റി നമുക്ക് അയാളുടെ വീഡിയോ ദൃശ്യത്തിൽ നിന്ന് തന്നെ അറിയാം. അയാൾ കസേര ഉയർത്തി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അയാൾക്ക് ഒരു പിടിയില്ല. ആ ലെവലിലോട്ട് പോയി. മദ്യപാനമാണ് വലിയ രീതിയിൽ അയാളുടെ ഒരു ഹോബിയായിട്ട് വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ മരണത്തിൻ്റെ ആ ദിവസം അയാൾ ഇവരെ ഭീകരമായിട്ട് മർദ്ദിച്ച് ദേഹം മുഴുവൻ പാടുണ്ട്. വടുക്കൾ കറുത്തത് വേറെയുണ്ട്. അപ്പോൾ നേരത്തെ മുതലേ മദ്യവെച്ച് ഇവരെ ഉപദ്രവിക്കുന്നു എന്ന് ക്ലിയറാണ്. അത് തന്നെയല്ല, വയറ്റിലേക്കുള്ള ചവിട്ട്, ഇൻറ്റേർണലായ ഓർഗൻസ് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടാവണം. കുട്ടി പതുക്കെ സർവൈവ് ചെയ്തെങ്കിലും അത് ആത്മഹത്യയിലേക്ക് അത് നീങ്ങാൻ തീരുമാനിക്കുന്ന ധൈര്യമില്ലാത്ത കുട്ടി ആത്മഹത്യക്ക് നീങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഒരു ആത്മഹത്യ നമ്മളെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുന്നു. കാരണം മാതാപിതാക്കൾ ആ കുട്ടിയെ തിരിച്ചു വിളിക്കേണ്ടതായിരുന്നു, ഇയാളോട് അയക്കരുതായിരുന്നു, ഒരു ഡൈവേഴ്സ് അനുവദിപ്പിക്കണമായിരുന്നു. അതൊന്നും നടന്നില്ല. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ അയക്കുമ്പം അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റി നമ്മൾ കൂടുതലും ബോധവാന്മാരാകേണ്ടിയിരുന്നു. അത് ചെയ്തില്ല. ബന്ധു രവീന്ദ്രൻപിള്ള ഇതേപ്പറ്റി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഇവൻ്റെ സ്വഭാവം. ഈ പെൺകുട്ടിയുടെ മാനസികമായ അവസ്ഥ എന്താന്ന് ബന്ധു ആ അതുല്യ സതീശൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി രവീന്ദ്രൻപിള്ളയ്ക്ക് അറിയാം. കാരണം അദ്ദേഹത്തെ പറ്റി ചില കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് വെളിയിലോട്ട്. അയാൾ സംസാരിക്കുമ്പം, ഭർത്താവ് സംസാരിക്കുമ്പോൾ അശ്ലീലം ചേർത്തേ സംസാരിക്കുകയുള്ളൂ. പിന്നെ മദ്യപിക്കും, പിന്നെ അടിക്കും. അതൊക്കെ അവരുടെ ദൃശ്യത്തിനകത്തും അവരുടെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഈ കുട്ടിയുടെ ഡെഡ് ബോഡി അവിടുന്ന് കൊണ്ടുവരണം. ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തണം. എന്താണ് മരണകാരണമെന്ന് കണ്ടെത്തണം. അത് തന്നെയല്ല, അയാൾക്കെതിരായിട്ട് നടപടി ഇവിടെ എടുക്കണം. കൃത്യമായി ഇത് മരണത്തിലേക്ക് അവരെ നയിച്ചത് ഭർത്താവ് തന്നെയാണ്. അയാൾ ഇനി അതിൽ നിന്നൊരു മോചനം ഉണ്ടാകാൻ പോകുന്നില്ല, നന്നാകാനും പോകുന്നില്ല. ഒരു കുട്ടിയുണ്ട്, അമ്മ നഷ്ടപ്പെട്ടു. ആ കുട്ടിക്ക് തീർച്ചയായിട്ടും അതിന് മുന്നോട്ട് ജീവിക്കാനുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ പിതാവിൻ്റെ നിന്ന് പിടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അതിനെ 18 വയസ്സ് വരെ പ്രായപൂർത്തിയാകുന്നിടം വരെ അതിൻ്റെ ചെലവും പഠനകാര്യങ്ങളും പിതാവ് നോക്കണം. അല്ലെ പിതാവിൻ്റെ വസ്തു അറ്റാച്ച് ചെയ്യണം. ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയില്ലേ മരണകാരണം നമുക്കറിയാനൊക്കെയുള്ളൂ. അതൊരു മർഡർ ആണെങ്കിൽ ഇവിടെ 302 തീർച്ചയായിട്ടും ഇവിടെ കേസെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ വകുപ്പ് ചേർക്കേണ്ടി വരും. അത് പ്രേരണക്കുറ്റത്തിലാണ് ആ കുട്ടി മരിച്ചതെങ്കിൽ അതിനും 10 വർഷം ഭർത്താവിന് ശിക്ഷ കിട്ടുന്ന നടപടി ഇവിടെ എടുക്കേണ്ടി വരും. അങ്ങനെ നിയമപരമായ ഒരു പോരാട്ടങ്ങൾ നമ്മൾ നടത്തേണ്ടി വന്നെങ്കിൽ മാത്രമേ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുകയുള്ളൂ, ആ കുഞ്ഞിനും നീതി ലഭിക്കുകയുള്ളൂ എന്ന് കരുതുന്നു. ഇനി ഭർത്താവിനെ എൻ്റെ കൈവശം പെൺകുട്ടിയെ കൊടുക്കാൻ പാടില്ല. കാരണം അത് 10 വയസ്സുള്ള കുട്ടിയാണ്. 18 വയസ്സ് വരെ തീർച്ചയായിട്ടും അപ്പനും അമ്മയുടെ കൂടെ നിൽക്കണം. അതിനുശേഷം കുട്ടിക്ക് യുക്തമായ തീരുമാനം എടുക്കാം. അതിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ വല്യപ്പനും വല്യമ്മയ്ക്കും ഉണ്ട്. ഭർത്താവിൻ്റെ വീട്ടുകാർ ഇതിനോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒപ്പം ചേർന്ന് നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെയുള്ള ഗാർഹിക പീഡനത്തിൻ്റെ കേസുകൾ ധാരാളം നമ്മൾ കാണുകയാണ് ദൈനംദിനം. തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന, ഭീകരമായിട്ട് മർദ്ദിക്കുന്ന കുട്ടികളെ തീർച്ചയായിട്ടും
ഭർത്താവുമായിട്ടുള്ള ബന്ധം ഡൈവോഴ്സ് ചെയ്ത് കളയണം. ആ കുട്ടിയെ പറ്റി നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടിയാണ്, ആ കുട്ടിക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ പട്ടിണിയിലായാലും ശരി. ഇങ്ങനെയുള്ള ആൾക്കാർ ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധം ശരിയാകില്ല, അവരുടെ ഇതുപോലെയുള്ള ആത്മഹത്യയിലേക്ക് പോകും. അതുകൊണ്ട് ഇതേ രീതിയിലുള്ള, ഇപ്പം നമുക്ക് വിഭജിക്കയുടെ കഴിഞ്ഞ ശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ അതിനെക്കാട്ടും മോശമായ കണ്ടീഷനിലാണ് ഇപ്പോൾ അടുത്ത ആത്മഹത്യ നമ്മൾ കാണുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ, മലയാളി സമൂഹത്തിൽ ഇതുപോലെയുള്ള വളരെയധികം ആൾക്കാരും, വളരെയധികം കുടിച്ചു നടക്കുന്ന ചെറുപ്പക്കാരും, ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരും, അവരുടെ ഭാര്യമാരും മക്കളും കിടന്ന് വിഷമിക്കുകയാണ്. അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ ജീവൻ നമുക്ക് നഷ്ടപ്പെടും എന്നാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം.